അങ്ങനെ 2026 ഓണക്കാലം വന്നു. ഓണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നമ്മളിപ്പം ഒരു പുറത്തു പോയി ഔട്ടിങ്ങിന് പോകുന്നതിനോടൊപ്പം എന്തായാലും ഒരു സിനിമ കാണും. അങ്ങനെ ആകുമ്പം സിനിമകൾ എന്തായാലും ഒന്നും രണ്ടും, ചിലർ മൊത്തം സിനിമകൾ കാണാറുണ്ട്, ചിലർ ഒരു സിനിമയെങ്കിലും നിർബന്ധമായിട്ട് ഫാമിലിയായിട്ട് കാണും. കാരണം ഈ വട്ടം ഓണത്തിന് ഗംഭീര സിനിമകളുണ്ട്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ നായകന്മാരായിട്ടുള്ള സിനിമകളില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഗംഭീര കുറേ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇതിനകത്ത് ഓണം വിന്നർ ആരാണ്? നിങ്ങളുടെ പ്രഡിക്ഷൻസ് കൂടെ കൃത്യമായിട്ട് പറയുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഓണത്തിൻ്റെ റിലീസുകളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ്. നമുക്ക് തിരിച്ചൊന്ന് തുടങ്ങിയാൽ ആദ്യം തിരുവോണത്തിൻ്റെ അന്ന്, അതായത് ഓഗസ്റ്റ് 26 നമ്മുടെ ടോക്സിക് റിലീസാണ്. നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഭയങ്കര ബ്രഹ്മാണ്ഡ രീതിയിലാണ്. കാരണം ശരിക്കും പൈസ പൊടിച്ചലാട്ടാണ്. കാരണം യാഷാണ് നായകൻ, നമ്മുടെ റോക്കി ബായി ആണ് നായകൻ. ഇന്നലെ ഇവിടെ ഒരു ട്രെയിലർ വന്നു, എനിക്ക് 1-2 ട്രെയിലറും ടീസറും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഗംഭീരമായിട്ട് നമുക്ക് തോന്നുന്നു, വിഷ്വലി ഗംഭീരമാണ്. പിന്നെ ഈ പടം സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി റോക്കി ബായി തൂക്കുവോ ഓണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇനി രണ്ടാമത് 21 അതായത് ഓഗസ്റ്റ് 21 ബദലഹേം കുടുംബ യൂണിറ്റ്, ഗിരീഷ് ഏടി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സംവിധായകൻ. പ്രതീക്ഷ വെക്കാം ആ സംവിധായകനിൽ, കാരണം അത്യാവശ്യം എല്ലാം സൂപ്പർ ഹിറ്റ് ആണ്, നൈസ് പടങ്ങളാണ്. നിവിൻ പോളിയായിട്ട് ഒന്നിക്കുമ്പോൾ എന്തായാലും മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാമെന്നാണ് തോന്നുന്നത്. നമ്മുടെ മമിത ബൈജു നായികയാണ്. ഇന്നലെ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത പാട്ടൊക്കെയാണ്, നല്ല രസമായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്, പ്രതീക്ഷിക്കാം. അന്നേരം നിവിൻ പോളിയുടെ ഓണപ്പടവും റെഡിയാണ്. ഓഗസ്റ്റ് 20 ഏറ്റവും വലിയ ക്ലാഷ് നടക്കുന്നത്. ഒന്ന് ദുൽഖറിന്റെ ഐ ആം ഗെയിമും, 2 പൃഥ്വിരാജിന്റെ ഖലീഫയും. രണ്ടുപേരും ഗംഭീര പ്രൊമോഷൻസ് ചെയ്യും. രണ്ടുപേരും പാൻ ഇന്ത്യ മാക്സിമം റീച്ച് ചെയ്യിപ്പിക്കാൻ നോക്കും. കാരണം 2 പടത്തിനും ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. ഒന്ന് നഹാസ് ഒരുക്കുന്ന ഐ ആം ഗെയിമും, മറ്റേത് വൈശാഖ് ഒരുക്കുന്ന നമ്മുടെ ഖലീഫയ്ക്കകത്ത് മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. വേറെ 1-2 താരങ്ങളോട് ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും 2-ാമത്തെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്യുന്നത് ജെക്സ് വിജയ് ആണ്. 2ന്റെ എഡിറ്റിങ് ചമൻ ചാക്കോയാണ്. അന്നേരം ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് ഏറ്റവും മത്സരമുള്ള സിനിമ. എന്തായാലും ഈ 4 പടങ്ങളിൽ നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഏത് സിനിമയായിരിക്കും ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളത്? നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക.